കോഴിക്കോട് കായണ്ണയിലെ ബി.ജെ.പിയിൽ ചേരിതിരിവ്. വിമത വിഭാഗം ലോട്ടസ് ആർമി എന്ന കൂട്ടായ്മ രൂപീകരിച്ചു. ബി.ജെ.പി ഓഫീസ് നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നെന്നാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം. ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ക്രമക്കേടിൽ നടപടിയെടുത്തില്ലെന്നാണ് ആക്ഷേപം. ആരോപണ വിധേയർക്ക് വീണ്ടും ഭാരവാഹിത്വം നൽകിയെന്നും പരാതിയുണ്ട്. എ.കെ. അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. എ.കെ. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ആരാണ് ഈ ലോട്ടസ് ആർമിയുടെ അമരത്ത്? സുജിയ, 2002-2004 കാലഘട്ടത്തിലാണ് കായണ്ണയിൽ ഈ ബി.ജെ.പി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ശിലാസ്ഥാപനം അടക്കം നിർവഹിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ ഓഫീസ് നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഇറക്കുകയും ചെയ്തു. പക്ഷേ ഈ സാധന സാമഗ്രികളടക്കം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് പ്രധാനമായും അവിടെയുള്ള വിമതപക്ഷം ഉയർത്തുന്നത്. ഇതിനുശേഷം ജില്ലാ കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും നിരവധി തവണ പരാതി നൽകി. അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള രാജേഷ് കായണ്ണ എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം ഉയർന്നത്. അദ്ദേഹത്തെ നിരവധി തവണ ഈ ഭാരവാഹിത്വം ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ഭാരവാഹിത്വം, അതായത് കാലാവധി പൂർത്തിയായതിനു ശേഷം അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് പോലും നിരവധി തവണ അദ്ദേഹം പണപ്പിരിവ് നടത്തിയെന്നുള്ള ആരോപണമാണ് ഉയർന്നത്. പക്ഷേ ഈ പരാതിയിൽ ഒന്നും നടപടിയെടുക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ലോട്ടസ് ആർമി എന്നുള്ള ഒരു കൂട്ടായ്മ അവിടെ രൂപീകരിച്ചിരിക്കുന്നത്. സമാന്തര പ്രവർത്തനങ്ങളും അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 20-ാം തീയതി ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കാനുള്ള ഒരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള വിമത പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ പോലും ഇവരെ എങ്ങനെ ഈ പാർട്ടിയുമായി സഹകരിപ്പിച്ച് കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശമാണ് ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവരെ മാറ്റി നിർത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വിമതപക്ഷം പറയുന്നത്. ഏതായാലും കൺവെൻഷനുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് വിമതപക്ഷം ഉയർത്തുകയും ചെയ്യുന്നത്. സുജിയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് എ.കെ. അഭിലാഷാണ്. അപ്പോൾ കായണ്ണയിൽ നിന്നുള്ള ക്രമക്കേടിന്റെ ഭാഗമായിട്ടുള്ള പരാതി പരിഹരിക്കാത്തതിലെ അതൃപ്തിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്.